ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശ്രീസ് വ്ലോഗ്സ്. ഞാൻ ശ്രീകല. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. പിന്നെ ഇന്ന് എന്നാ വിശേഷം എന്നാൽ, ഓണമൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഓണം കഴിഞ്ഞ് ശനിയാഴ്ച ഇടന്ന് ഓണമായിരുന്നു. ഓണം വന്ന് അമ്മ, അച്ഛൻ, ചേച്ചിയുടെ മക്കൾ 3 പേര്, ഞങ്ങൾ 4 പേര്, അങ്ങനെ അടിച്ച് പൊളിച്ച് 10-15 പേരുണ്ടായിരുന്നു വീട്ടിൽ. സൂപ്പറായിരുന്നു. ഒരാഴ്ച നല്ല രീതിയിൽ അടിച്ച് പൊളിച്ച്. പിന്നെ ഡാമൊക്കെ കാണാൻ പോയി, കുറ്റാലം പോയി. ചേച്ചി മൂത്ത മോനും പിറ്റേന്നങ്ങ് പോയി. പിറ്റേന്നല്ല, തിങ്കളാഴ്ച ഇടന്ന് വൈകുന്നേരം എല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പോൾ അവരെ അങ്ങ് തെങ്കാശിയിൽ വിട്ട് അവരങ്ങ് പോയി. പിന്നെ മൂത്ത ചേച്ചിക്ക് പരിപാടിയൊക്കെ എല്ലാം റെഡിയാക്കിയതായിരുന്നു. പക്ഷേ അവർക്ക് ചേച്ചിക്ക് ലീവ് ചൊവ്വാഴ്ച ഇടന്ന് കയറണമായിരുന്നു. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ പുള്ളിക്കാരി ക്യാൻസൽ. അവർ 4 പേരും വന്നില്ല. പിന്നെ അവർ വാഗമൺ പോയി. അതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞത് 16ാമത്തെ വർഷത്തിൽ. പിന്നെ കല്യാണം കഴിഞ്ഞ് പിറ്റേ വർഷം ഞങ്ങൾ തെങ്കാശിയിലായിരുന്നു താമസിക്കുക. ആ വർഷം ഞങ്ങൾ ഓണത്തിന് പോയായിരുന്നു. ഞാനും ചേട്ടനും ഉത്രാടത്തിൻ്റെ അന്ന് ഇവിടുന്ന് പോയി. എന്തൊരു തിരക്കും ബ്ലോക്കുമായിരുന്നു അങ്ങോട്ട്. അങ്ങനെ ആ ഒരു വർഷം ഓണം ആഘോഷിച്ച്. പിന്നെ രോഹിത്തിന് 2-3 വയസ്സുള്ളപ്പോൾ ഒരു വർഷം ഓണത്തിന് പോയി. ആ ഒരു വർഷം ഓണം ആഘോഷിച്ച്. പിന്നെ പോയിട്ടേ ഇല്ല. പിന്നെ രോഹിത്ത് സ്കൂളിൽ ചേർന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് ഈ പരീക്ഷ, നമ്മുടെ നാട്ടിൽ ഓണ സമയത്താണ് ഇവിടെ പരീക്ഷ നടക്കുന്നത്. ഫസ്റ്റ് ടെർമിനൽ നടക്കുന്നത്. എന്നിട്ട് നമുക്കവിടെ സ്കൂൾ തുറക്കുമ്പോൾ ഇവർക്ക് 10 ദിവസം അവധി. അങ്ങനെ ഇവിടുത്തെ കണക്ക്. അതുകൊണ്ട് പോകാനേ പറ്റത്തില്ല. അങ്ങനെ എന്തൊരു ചൂടെന്ന് പറയാം. ഫാന് ഓഡിയോ ക്ലിയർ ആവത്തില്ല, ഒരു കറകറ സൗണ്ട് കേൾക്കുക. അതുകൊണ്ട് ഫാനങ്ങ് നിർത്തിയത്. അങ്ങനെ പോയിട്ടേ ഇല്ല. പിന്നെ 2021 വയ്യാതായ സമയത്ത് ആ വർഷം ഓണത്തിന് ഞാനും ഉണ്ടായിരുന്നു. കീമോ കൊടുക്കുന്ന സമയത്തായിരുന്നു. എന്നാലും നമ്മൾ ഓണം സൂപ്പറായിട്ട് അടിച്ചു പൊളിച്ച്. ചേച്ചിമാരും എല്ലാ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. സൂപ്പറായിരുന്നു. നമ്മൾ കേരളത്തിലെ ഓണം കേരളം എന്ന് വെച്ചാൽ ഓണമാണ്. പക്ഷേ നമ്മളിന്ന് ഇപ്രാവശ്യം കേരളത്തിലെ ഓണത്തിന് തമിഴ്നാട്ടിലോട്ട് വലിച്ചിഴച്ച് കൊണ്ടുവന്നു. അങ്ങനെ ഇപ്രാവശ്യം സൂപ്പറായിട്ട് തമിഴ്നാട്ടിൽ ഇങ്ങനെ ഓണം ആഘോഷിച്ച് സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ച്. ഒരാഴ്ച ഉണ്ടായിരുന്നു. ശനിയോട് ശനി 8 ദിവസം. ഇന്ന് അപ്പോൾ എല്ലാ ഓണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞ് ഇപ്പം ഞാനും മാത്രമേ ഉള്ളൂ. ഞാനും പിള്ളേരും ചേട്ടനും മാത്രമേ ഉള്ളൂ. ഇന്ന് ഭയങ്കര മൂകത, വീട്ടിലങ്ങ് മൂകത. കഴിഞ്ഞ ശനിയാഴ്ച ഒരു വൈകുന്നേരം 6 മണിയൊക്കെ ആയപ്പോൾ വന്നത്. എന്തോ ഒരു മേളമായിരുന്നു. അപ്പോൾ വരുന്നതിന് ഒരാഴ്ച മുന്നേ അടിച്ച് പറക്കി എല്ലാം ക്ലീൻ ചെയ്ത്. ഓണത്തിന് ക്ലീൻ ചെയ്ത്. അതാ എല്ലാവരും വരുന്നതിൻ്റെ സന്തോഷം. ഹാപ്പി. സൂപ്പറായിരുന്നു. ഓണം കഴിഞ്ഞ് അവർ വന്ന് വീട് നിറയെ ആളുണ്ടായിരുന്നു. അടിച്ച് പൊളിച്ച് ഓണമൊക്കെ ആഘോഷിച്ച്. പോകാനുള്ളതൊക്കെ പോയി, കാണാനുള്ളവരെയൊക്കെ കണ്ട്. അപ്പോൾ വിയർപ്പ് തിളങ്ങുന്നു. കൊള്ളാലടെ. അങ്ങനെ 2024 ഓണം ഞാൻ മറക്കാൻ പറ്റാത്ത ഒരു ഓണമാണ്. ശരി ഗൈസ്, കൂട്ടുകാരെ, നിങ്ങളൊക്കെ ഓണം എല്ലാവരും സൂപ്പറായിട്ട് സന്തോഷമായിട്ട് ഓണം ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ അപ്ഡേറ്റൊക്കെ എല്ലാവരുടെ അപ്ഡേറ്റും കണ്ടിട്ടുണ്ട്. എല്ലാവരുടെ ഓണം ആഘോഷമൊക്കെ നല്ലതായിരുന്നു. ഇനിയും കുറച്ച് കാണാനൊക്കെ ഉണ്ട്. നമ്മുടെ യൂട്യൂബ് ഫ്രണ്ട്സിൻ്റെ, പിന്നെ റെഗുലർ നമ്മൾ കാണുന്ന ചാനലുകൾ, അങ്ങനെ ഒരുപാടുണ്ട്. എല്ലാം കാണണം. പിന്നെ വേറെ എന്നാണ്, എല്ലാവരും സന്തോഷമായിട്ട് ഓണം ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. ഓണം കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഓണാശംസകൾ. ശരി, ഇനി നമുക്ക് കാത്തിരിക്കാം അടുത്ത ഓണത്തിനായിട്ട്. 28 ഓണം വരുന്നുണ്ട് കേട്ടോ. 28 ഓണം വലിയ വിശേഷങ്ങളൊന്നുമില്ല, എന്നാലും നോക്കാം എങ്ങനെയാണെന്ന്. പിന്നെ ഇനി ഒരു വർഷത്തെ അധ്വാനം, കാത്തിരിപ്പ് ഒക്കെ ആയിട്ട് 2025 ഓണം എന്തോന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നാളെ എന്തുവാന്ന് നമ്മുടെ കയ്യിലില്ലല്ലോ. ശരി, എന്നാലും നമുക്ക് പ്രതീക്ഷയാണ് ജീവിതം. കാത്തിരിക്കാം. പുതിയൊരു വർഷത്തെ വരവേറ്റുകൊണ്ട് പുതിയൊരു ഓണം വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും നേരം എൻ്റെ അരട്ട സഹിച്ച എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു. ബൈ. അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ടാറ്റ, ബൈ, സീ യു ഫ്രണ്ട്സ്. ഓക്കേ. ഇത് വൈകുന്നേരം ഇപ്പോൾ എത്ര മണിയുണ്ട്? വൈകുന്നേരം അല്ലെ, രാത്രി 7:30 മണിക്ക് എടുക്കുന്ന വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യും. ഫ്രഷായിട്ട് ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക്
കാണാം, ഉടനെ കാണാം. ഓണമൊക്കെ ആയതുകൊണ്ട് വീഡിയോസൊക്കെ ഇടാൻ ഇച്ചിരി പാടായിരുന്നു, തിരക്കായതുകൊണ്ടേ. അതുകൊണ്ട് ഉടനെ വരുന്നതായിരിക്കും. ഓക്കെ, ടാറ്റാ ബൈ ബൈ, സി യു. അടുത്ത വീഡിയോയിൽ കാണാം. നമ്മൾ ഉടനെ അടുത്ത വീഡിയോയും ലൈവ് ഷോർട്സും ഒക്കെ ആയിട്ട് കളത്തിൽ ഇറങ്ങുക. അപ്പം അടുത്ത വീഡിയോ വരുന്നവരെ ബായ്.